ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്നലെ റെനീഷ പൊങ്കാല ഇട്ടതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എൻ്റെ ഫേസ്ബുക്ക് ആങ്ങളമാർ വന്ന് എന്നെ അങ്ങ് മതം പഠിപ്പീരും ദീൻ പഠിപ്പീരുമാണ്. ഒരുപാട് കമൻറ്റുകൾ ഞാൻ ഒരു കമൻറ്റും എടുത്ത് ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുന്നില്ല. എൻ്റെ ഫേസ്ബുക്ക് ആങ്ങളമാരോട് ഞാൻ ദയവായിട്ടൊരു കാര്യം പറയട്ടെ. എന്നെ നിങ്ങൾ മതം പഠിപ്പിക്കാൻ വരാൻ ഞാൻ വലിയ പണ്ഡിതയോ അല്ലെങ്കിൽ എനിക്ക് മതപരമായ അത്ര ആഴത്തിൽ അറിവോ ഒന്നുമില്ല. എങ്കിലും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ വിശ്വാസ രീതികൾ വെച്ച് മതപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ഒട്ടും നമുക്ക് എന്താ പറയുന്ന യുക്തിക്ക് അനുകൂലമല്ലാത്തത് തോന്നിയാൽ മാത്രം ഞാൻ പ്രതികരിക്കും. ഞാനിവിടെ പറഞ്ഞത് റെനീഷ എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റാണ്. അവർ ഒരിക്കലും ഒരു എന്താ പറയുന്നത് എപ്പോഴും ഒരു തലയിൽ തട്ടമിടുന്ന ഒരു തുണി അവരുടെ പ്രൊഫഷന്റെ ഭാഗമാണ് അതെല്ലാം. അതിന്റെ പേരിൽ അവരിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഒരു മതത്തിൽ മാത്രം വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ മതങ്ങളെയും ഒരുമിച്ച് കണ്ട് അമ്പലത്തിൽ പോവുകയും പള്ളിയിൽ പോവുകയും നിസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും അങ്ങനെ ചെയ്ത് ജീവിക്കുന്നവർ ഇവിടെയുണ്ട്. എന്നാൽ എനിക്ക് ഒരു മതവും ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിരീശ്വരവാദികളായിട്ട് ഇവിടെ ജീവിക്കുന്നവരും ഉണ്ട്. അവർക്കൊക്കെ അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ റെനീഷയെ നന്നാക്കാൻ പോകുന്നതും റെനീഷയെയും അതുപോലെ തന്നെ റെനീഷയുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട എന്നെയും മതം പഠിപ്പിക്കാൻ വരികയാണ് എല്ലാവരും ചെയ്യുന്നത്. മതത്തിന്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം എനിക്കും അറിയാം, റെനീഷയ്ക്കും അറിയാം. പക്ഷെ റെനീഷ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊണ്ട് ജീവിക്കാനാണ് റെനീഷ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്റെ ഫേസ്ബുക്ക് ആങ്ങളമാർ എന്തിനാ റെനീഷയെ തിരുത്താൻ പോകുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരോ നിങ്ങളുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നുണ്ടോ അവരെ അങ്ങനെ ജീവിക്കാൻ നിങ്ങൾ പഠിപ്പിക്കുക, അത് നിങ്ങൾ പ്രേരിപ്പിക്കുക. നിങ്ങൾ അവിടെ പോയി നോക്കൂ. എന്തിനാണ് റെനീഷ എവിടെ പോവുകയാണ്, റെനീഷ പൊങ്കാലിടാൻ പോയോ, റെനീഷ പ്രാർത്ഥിക്കാൻ പോയോ, റെനീഷ നോമ്പ് പിടിച്ചോ, ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്ന എന്തിനാ? ഞാൻ അത് മാത്രമേ ചോദിച്ചുള്ളൂ. അതിന് എന്റെ കമന്റ് ബോക്സിൽ വന്ന് എന്റെ ഫേസ്ബുക്ക് ആങ്ങളമാരും എന്റെ കുറെ മാമാമാരും ഫേസ്ബുക്കിലെ മാമാമാരും ആങ്ങളമാരും വന്ന് എന്നെ മതം പഠിപ്പിക്കുകയാണ്. എനിക്ക് മതം എന്താണെന്ന് അറിയാമോ, അത് ഷിർക്കാണ്, അത് അങ്ങനെയാണ്, അത് മറ്റതാണ്, അത് മറിച്ചതാണ്. ഓക്കെ, നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും സ്ത്രീകൾ ഷിർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തിരുത്തുക. എന്റെ ഉമ്മ അല്ലെങ്കിൽ എന്റെ ഭാര്യയെ അല്ലെങ്കിൽ എന്റെ മകളെ അല്ലെങ്കിൽ എന്റെ സഹോദരി, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നമ്മുടെ വിശ്വാസപരമായിട്ട് ഇതാണ് വേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം, പറഞ്ഞു നിങ്ങൾ പഠിപ്പിക്കണം. വിശ്വാസപരമായി മാത്രം. ഒരു ജനാധിപത്യ രാജ്യത്ത്, ഒരു മതേതര രാജ്യത്ത് ജീവിക്കുമ്പോൾ അവിടെ എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഇങ്ങനെ വന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ഈ കുറച്ച് നല്ല രീതിയിൽ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ വിശ്വാസം കൂടി വ്രണമാക്കാനല്ലാതെ ഇത് വേറൊന്നിനും ഉപകരിക്കില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ ഇസ്ലാം മത വിശ്വാസത്തെ മോശമാക്കാനല്ലാതെ ഇത് വേറൊന്നിനും ഉപകരിക്കില്ല. എന്നിട്ട് പിന്നെ കുറെ പേര് വന്ന് പറയുന്നു ഹിന്ദുക്കൾക്ക് നോമ്പ് പിടിച്ചാലോ പള്ളിയിൽ പോയാലോ ഒന്നും യാതൊരുവിധ കുഴപ്പമില്ല. കാരണം അവരുടെ 33 ദൈവങ്ങളിൽ 1-2 പേരെ കൂടി ചേർത്താലും അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇസ്ലാം മതത്തിൽ ഏകദൈവ വിശ്വാസമാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ശരിയാണ്, ഇസ്ലാം മതത്തിൽ ഏകദൈവ വിശ്വാസമാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാം മതത്തിൽ അള്ളാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ അപ്പോഴും നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം, റെനീഷയ്ക്ക് ഇപ്പൊ നോമ്പ് പിടിക്കാൻ ആഗ്രഹമുണ്ട്, നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനും പൊങ്കാലയിടാനും റെനീഷയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് റെനീഷയെ തിരുത്തുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? എന്റെ ഫേസ്ബുക്ക് ആങ്ങളമാരെയും മാമാമാരെയും കൊണ്ട് യാതൊരുവിധ നിർവാഹവും ഇല്ല. ബാക്കി നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ്, ഞാനിപ്പോൾ ഇത് പറയാനുള്ള സാഹചര്യവും കാര്യവും എന്തുവാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിലേ എന്റെ വീഡിയോയുടെ അടിയിൽ വന്ന കമന്റുകൾ പോയി നോക്കിയാൽ മതി. അനുകൂലിച്ച് ഒരുപാട് പേരുണ്ട്, ഇല്ല എന്നല്ല കേട്ടോ. എന്റെ ഈ ആങ്ങളമാരാണ് എന്നെയും കൂടി ഇപ്പം മതം പഠിപ്പിക്കാൻ വന്നേക്കുവാണ്. നീ ആരാണിത് പറയാൻ, നിനക്ക് മതം എന്താണെന്ന് അറിയാമോ, നിനക്ക് മതത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് തകർത്തങ്ങ് വന്നേക്കുവാ. എനിക്ക് എന്റെ മതം, എന്റെ വിശ്വാസം എനിക്ക് പഠിക്കണമെങ്കിൽ ഞാൻ പഠിച്ചോളാം. ഇപ്പൊ മതം പഠിക്കാനാണോ വഴിയില്ലാത്തത്? എന്റെ മതം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചോളാം. പിന്നെ എന്നെ സംഗീ എന്നൊക്കെ വന്ന ഒരാൾ വിളിച്ചേക്കുന്നുണ്ട്, 2-3 സംഗീ വിളിയുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി കമന്റുകൾ. ഞാൻ അതൊന്നും എടുത്ത് പിൻ ചെയ്ത് കൊടുക്കുന്നില്ല. അതെ, എന്താ സംഘികൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലേ? സംഘപരിവാർ എന്ന് പറയുന്ന ഒരു ആശയത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം മോശക്കാരാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല, വിശ്വസിക്കുന്നുമില്ല. ഒരാശയവും ഒരു മതവും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയവും ആരെ മോശക്കാരാക്കുന്നില്ല. പറയുന്ന എന്തെങ്കിലും അഭിപ്രായങ്ങളോ ആശയപരമായ സംവേദനങ്ങളോ മാത്രമേ ഇവിടെ നടക്കാറുള്ളൂ. അത് നമ്മൾ പറയുകയും ചെയ്യും. താങ്ക് യു.